ഹായ് എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. സോ നമ്മൾ +2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അത് ഓരോ ചാപ്റ്ററിലും ഒരു 5 ടോപ്പിക് അല്ലെങ്കിൽ ഒരു 4 ടോപ്പിക്, ഈ 4 ടോപ്പിക്കായിരിക്കും ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ആ ടോപ്പിക്കിൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ചാപ്റ്ററിൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് അതും കൂടെ നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ പഠിക്കാൻ വയ്യ, നമ്മൾ 55 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ വയ്യെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും, അതായത് നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റർ, അടുത്ത 3 ചാപ്റ്റർ, അടുത്ത 3 ചാപ്റ്റർ, അങ്ങനെ ഒരു 3 ചാപ്റ്ററിൻ്റെ വീതം ഒരു 6-7 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാർഡായിട്ട് പഠിക്കേണ്ട ഒരു 6-7 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ +2 ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം സൊല്യൂഷനാണ്. അപ്പോൾ സൊല്യൂഷൻ, പിന്നെ അതിനോടൊപ്പം തന്നെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കൈനറ്റിക്സ് ആണ്, കെമിക്കൽ കൈനറ്റിക്സ്. ഈ 3 ചാപ്റ്ററിൻ്റെയും കൂടെ ചേർത്ത് ഒരു 6 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഈ 6 എണ്ണവും 100% ആയിട്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ 6 ടോപ്പിക്കായിരിക്കും, 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ സൊല്യൂഷനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു 2 ടോപ്പിക്ക്, ഇലക്ട്രോ കെമിസ്ട്രിയിൽ 2 ടോപ്പിക്ക്, ദെൻ കൈനറ്റിക്സിൽ 2 ടോപ്പിക്ക്. നോക്കാം. സൊല്യൂഷനകത്ത് നിങ്ങൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറയുന്നത് 2 ടോപ്പിക്കിൽ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനകത്ത് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നോക്കണം. അതിനോടൊപ്പം തന്നെ ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ മോളിക്കുലാർ മാസിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോക്കണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്ക്. അപ്പോൾ സൊല്യൂഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് റൗൾസ് ലായും ഹെൻറീസ് ലായുമാണ്. റൗൾസ് ലായും ഹെൻറീസ് ലായും. റൗൾസ് ലായും ഹെൻറീസ് ലായും നിങ്ങൾ ഉറപ്പായിട്ടും റൗൾസ് ലായും ഹെൻറീസ് ലായും നോക്കിയിട്ടേ പോവാവും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗൾസ് ലാ എന്താണ്, ഹെൻറീസ് ലാ എന്താണെന്ന് എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഹെൻറീസ് ലായുടെ ആപ്ലിക്കേഷൻ, റൗൾസ് ലായുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് ഡിവിയേഷൻ, നെഗറ്റീവ് ഡിവിയേഷൻ, ഒക്കെ നമുക്ക് അതിനായിട്ട് ബന്ധപ്പെട്ടുമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ടോപ്പിക്കും, സൊല്യൂഷനകത്ത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, റൗൾസ് ലാ, ഹെൻറീസ് ലാ, ഈ ടോപ്പിക്ക് നോക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോകരുത്. റൗൾസ് ലാ, ഹെൻറീസ് ലാ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. റൗൾസ് ലായിൽ തന്നെ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷനിൽ 2 ഡീവിയേഷൻ, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. ഓക്കെ, അടുത്ത വരുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മുടെ ഡാനിയൽ സെല്ലും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നേൺസ്റ്റ് ഇക്വേഷൻസും ആണ്. ഡാനിയൽ സെൽ എന്താണെന്ന് നോക്കണം. ഡാനിയൽ സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന നേൺസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. നേൺസ്റ്റ് ഇക്വേഷൻ എന്താണ്, ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വരുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ബാറ്ററീസും, പ്രൈമറി ബാറ്ററി, സെക്കൻഡറി ബാറ്ററീസിലെ ബാറ്ററീസും, ദെൻ മോളാർ കണ്ടക്ടിവിറ്റിയാണ്. ബാറ്ററീസും മോളാർ കണ്ടക്ടിവിറ്റി. അതിൽ ഡാനിയൽ സെല്ല് നമുക്കറിയാം, നമ്മുടെ പഠിക്കുന്ന ഒരേ ഒരു ഗാൽവനിക് സെല്ലേ ഉള്ളൂ, അത് ഡാനിയൽ സെല്ലാണ്. അത് ഡാനോട് എന്ത്, കാതോട് എന്ത്, അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എന്ത്, അതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം, എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ, ഇത്രയുമാണ് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബാറ്ററീസും മോളാർ കണ്ടക്ടിവിറ്റിയാണ്. ബാറ്ററീസിൽ നമുക്ക് പ്രൈമറി ബാറ്ററി ഉണ്ട്, സെക്കൻഡറി ബാറ്ററി ഉണ്ട്. പ്രൈമറി സ്റ്റോറേജ് സെല്ല്, സെക്കൻഡറി സ്റ്റോറേജ് സെല്ല്. പ്രൈമറി സ്റ്റോറേജ് സെല്ലിൽ നമ്മൾ 2 എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? നമ്മളുടെ ലെക്ലാൻഷ്യ സെല്ല് അല്ലെങ്കിൽ ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്. ദെൻ സെക്കൻഡറി ബാറ്ററിക്ക് നമ്മൾ എക്സാമ്പിൾ പഠിക്കുന്ന ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. ഇതിൻ്റെ 3ൻ്റെയും ആനോട്, കാതോട് അതെല്ലാം നോക്കിയിട്ട് പോവുക. പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ നോക്കിയിട്ട് പോവുക. അത് ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയാഞ്ഞത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഈ 2 ടോപ്പിക്ക് മസ്റ്റായിട്ടും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ പഠിച്ചിട്ട് പോയേ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് കൈനറ്റിക്സ് ആണ്. കൈനറ്റിക്സിൽ നിങ്ങൾ പഠിക്കേണ്ടത്, കൈനറ്റിക്സിൽ നിങ്ങൾ മെയിനായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് ഓർഡർ, മോളിക്കുലാരിറ്റി, അവിടെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓർഡറും മോളിക്കുലാരിറ്റി, എങ്ങനെ ഓർഡറിനെയും മോളിക്കുലാരിറ്റിയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ. ഓർഡർ എന്താണ്, ഒരു 3 പോയിന്റ്, മോളിക്കുലാരിറ്റിയുടെ ഒരു 3 പോയിന്റ് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകും. അത് നിങ്ങൾ നോക്കാതെ പോകരുത് കേട്ടോ, ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കാതെ പോകരുത്. പിന്നെ അതിനുശേഷം രണ്ടാമത്തേന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് റേറ്റിലും
ഫസ്റ്റ് ഓർഡറിൻ്റെത്, സീറോ ഓർഡറിൻ്റെത്, ആ റേറ്റ് ലോസ് ഇല്ലേ, ആ ഇൻ്റഗ്രൽ റേറ്റ് ലോ, അത് മസ്റ്റായിട്ട് നോക്കിയിട്ട്. ഇങ്ങനെ 6 ടോപ്പിക്കാണ് നമ്മൾ ഈ 6 ടോപ്പിക്ക് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഓൾറെഡി എത്ര ടോപ്പിക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കണമെന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അതും പഠിക്കാൻ കഴിയാത്തവർക്ക് ഈ ഒരു 4 ടോപ്പിക്ക്, അത് മീൻസ് ഓരോ ചാപ്റ്ററിൽ നിന്ന് 2 ടോപ്പിക്ക്, അത് സെലക്ട് ചെയ്തെടുക്കാൻ കാരണം അത്രയും വെയിറ്റേജ് വരുന്നത് കൊണ്ടാണ്. അത്രയും വെയിറ്റേജ് വന്ന ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ 100% ചാൻസ് ഉള്ള ടോപ്പിക്സാണ് നമ്മൾ പറയുന്നത്. ഈ ടോപ്പിക്ക് ചോദിക്കാൻ 100% ഉറപ്പാണ്. അത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സൊല്യൂഷനകത്ത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, റൗൾസ് ലാ, ഹെൻറീസ് ലോ ആണ്. റൗൾസ് ലായിൽ പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ പഠിച്ചു വെച്ചേക്കണം. നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഐഡിയൽ സൊല്യൂഷൻ ഇല്ലേ, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഡാനിയൽ സെല്ല്, നോൺസ്റ്റിക്കേഷൻ, ബാറ്ററീസും മോളാർ കണ്ടക്ടിവിറ്റി. ദെൻ കൈനറ്റിക്സിൽ ഓർഡർ, മോളിക്കുലാരിറ്റി, ഇൻ്റഗ്രൽ റേറ്റ് ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇത്രയുമാണ് നമുക്ക് ആദ്യത്തെ 3 ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കൈനറ്റിക്സ്, ആദ്യത്തെ 3 ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്ററിൽ ഈ 3 ടോപ്പിക്കും നിങ്ങളുടെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം.